വൈറ്റ് കെയിൻ ദിന സന്ദേശം ശ്രീ അബ്ദുൽ ഖാദർ MT. നമസ്കാരം. ഇന്ന് ഒക്ടോബർ 15 വേൾഡ് വൈറ്റ് കെയിൻ ഡേ. കാഴ്ചയില്ലാത്ത വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും വിളംബരമായി ഇന്ന് ലോകം മുഴുവൻ വൈറ്റ് കെയിൻ ദിനം ആചരിക്കുന്നു. അന്ധരായ വ്യക്തികളുടെ അല്ലെങ്കിൽ കാഴ്ചയില്ലാത്ത വ്യക്തികളുടെ അവരുടെ സ്വതന്ത്ര സഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വൈറ്റ് കെയിൻ. എന്നാൽ വൈറ്റ് കെയിൻ എന്നത് കേവലം ഒരു ഉപകരണത്തിനപ്പുറം കാഴ്ചയില്ലാത്തവരുടെ ജീവിതത്തിൽ ഇതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. വൈറ്റ് കെയിൻ അവരുടെ വഴികാട്ടിയാണ്. അവരുടെ കണ്ണും കാതുമാണ്. മാത്രവുമല്ല, വൈറ്റ് കെയിൻ കാഴ്ചയുള്ള സമൂഹത്തിന് ഒരു സന്ദേശം നൽകുന്നുണ്ട്. അതെന്താണെന്നല്ലേ? വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് കാഴ്ചയില്ല എന്ന സന്ദേശം. ഒരു വ്യക്തിക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത് കൂടിയിട്ട് അയാൾക്ക് അയാളുടെ ചുറ്റുപാടുകളെക്കുറിച്ച് അറിയുന്നതിനും സംവദിക്കുന്നതിനും എല്ലാം പരിമിതികൾ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ജീവിതത്തിലെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് നഷ്ടം സംഭവിക്കുന്നു. കാഴ്ചപരിമിതി മൂലമുള്ള ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ പിന്നീട് അവശേഷിക്കുന്ന ഇന്ദ്രിയങ്ങളെ, അതായത് കേൾവി, സ്പർശം, രുചി, മണം തുടങ്ങിയ ഇന്ദ്രിയങ്ങളെ കൂടുതൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് കാഴ്ച എന്ന അനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവിൻ്റെ ഈ പരിമിതിയെ നമുക്ക് മറികടക്കാനാവും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാഴ്ച പരിമിതി ഏറ്റവും നേരത്തെ കണ്ടെത്തുക, അല്ലെങ്കിൽ കാഴ്ചയില്ലായ്മ ഏറ്റവും നേരത്തെ കണ്ടെത്തുകയും തകരാറുകൾ പരിഹരിക്കപ്പെടാവുന്നതാണെങ്കിൽ ചികിത്സയിലൂടെ പരിഹരിക്കപ്പെടുകയും ചികിത്സിച്ചിട്ടും തിരിച്ചു കിട്ടാത്ത കാഴ്ചയാണെങ്കിൽ ഈ കാഴ്ച കൊണ്ടുണ്ടാകുന്ന പരിമിതികളെ മറികടക്കാനുള്ള പരിശീലനങ്ങൾ എത്രയും നേരത്തെ തന്നെ തുടങ്ങുകയും വേണം. ഏതൊരു വൈകല്യവും നേരത്തെ തിരിച്ചറിഞ്ഞ് വേണ്ട പരിഹാര മാർഗങ്ങൾ നൽകുന്നതിലൂടെ മാത്രമേ ആ വ്യക്തിയെ നമുക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇവിടെ ഈ വൈറ്റ് കെയിൻ ദിനത്തിൽ വൈറ്റ് കെയിൻ്റെ പ്രാധാന്യവും കാഴ്ചയില്ലാത്തവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണെന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവാം കാഴ്ചയില്ലാത്ത വ്യക്തികൾ കെയിൻ ഉപയോഗിച്ചുകൊണ്ട് നടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ നടക്കുന്ന വഴി ചൂണ്ടുവിരൽ കൊണ്ട് തൊടുന്നത് പോലെ, അല്ലെങ്കിൽ ചൂണ്ടുവിരൽ നീട്ടിപ്പിടിച്ചതുപോലെ ഒരു അനുഭവമാണ് ഈ വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്ന സമയത്ത് കാഴ്ചയില്ലാത്ത ആളുകൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ സ്വന്തം വഴിയിലെ കുണ്ടും കുഴിയും തടസ്സങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞ് മറികടക്കാൻ വൈറ്റ് കെയിൻ കാഴ്ചയില്ലാത്തവരെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വൈറ്റ് കെയിൻ എന്ന സിമ്പിൾ അന്താരാഷ്ട്രപരമായിട്ട് കാഴ്ചയില്ലാത്ത വ്യക്തികളുടെ അടയാളമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ഈ സുദിനത്തിൽ കാഴ്ചയില്ലാത്ത ഒരു വ്യക്തി നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ
മർമ്മപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ജീവിതത്തിൽ ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഇന്ദ്രിയം ഏതെന്ന് ചോദിച്ചാൽ കാഴ്ച എന്ന് തന്നെ ആയിരിക്കും എല്ലാവരുടെയും മറുപടി. കാഴ്ചശക്തിക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. എന്നാൽ ഒരിക്കൽ കാഴ്ച നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് കൂടുതൽ പരിശീലനം നൽകേണ്ടതായിട്ട് വരും. അവയുടെ സാധാരണഗതിയിൽ ഒരു വ്യക്തി, എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയോട് 80% കാര്യങ്ങൾക്കും അവർ ഉപയോഗിക്കുന്നത് കാഴ്ചശക്തിയാണ്. ഒരു ശബ്ദം കേട്ടാൽ നമ്മൾ തിരിഞ്ഞു നോക്കുക ചെയ്യുക. ശബ്ദത്തെ നമുക്ക് കാണാൻ പറ്റില്ല, എന്നാലും നമ്മൾ തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കി ഉറപ്പ് വരുത്തും. കണ്ണിനെയാണ് വിശ്വാസം, കേൾവിയല്ല. എന്നാൽ കേൾവിക്ക് തുല്യമായിട്ട് മറ്റൊന്നുമില്ല. ഈ ലോകത്ത് ഒരേ ശബ്ദമുള്ള 2 വ്യക്തികളില്ല, ഒരേ ശബ്ദമുള്ള 2 മൃഗങ്ങളില്ല. ഓരോ വസ്തുക്കളുടെയും ശബ്ദങ്ങൾ വ്യത്യസ്തമാണ്. ഈ ശബ്ദത്തിലുള്ള വൈചിത്ര്യത്തെ തിരിച്ചറിഞ്ഞ് കൃത്യമായ രീതിയിൽ അതിനെ പഠിച്ച് കൂടുതൽ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കാഴ്ചയുടെ പരിമിതിയെ ഒരു പരിധിവരെ കേൾവി കൊണ്ട് പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് രുചി, മണം, അതുപോലെ സ്പർശം. ഇവിടെ വൈദ്യം സ്പർശനമാണ് നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നത്. വിരലുകൊണ്ട് തൊടുന്ന ഒരു പ്രതീതി വൈദ്യം ഉപയോഗിക്കുമ്പോൾ കൈകളിൽ ലഭിക്കുന്നു. അത് സ്പർശനത്തിൻ്റെ ഒരു അപാരമായിട്ടുള്ള ഒരു കഴിവായിട്ടാണ് കാണേണ്ടത്, ഒരു വൈബ്രേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പഠനകാര്യങ്ങൾ വരുമ്പം നമുക്കറിയാം, എഴുത്തും വായനയും ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. ഏതൊരു വിദ്യാഭ്യാസത്തിൻ്റെയും അക്ഷരജ്ഞാനമുള്ളവനാണോ എന്നാണ് ചോദിക്കുക. അപ്പോൾ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് എഴുത്തും വായനയും ഉണ്ട്. ബ്രെയിൽ എഴുത്ത് രീതി നമുക്കറിയാം. അതുപോലെ തന്നെ അവർക്ക് സ്വയം എഴുതാനും കൈവിരൽ കൊണ്ട് സ്പർശിച്ച് വായിക്കാനും സാധിക്കും. അപ്പോൾ ബ്രെയിൽ എഴുത്ത് രീതി പഠിക്കണം. സെൻസറി ട്രെയിനിങ് കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈനംദിന ജീവിതചര്യകൾ, അല്ലെങ്കിൽ ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയുന്ന നിത്യജീവിതത്തിൽ ഒരു വ്യക്തി ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവൃത്തികൾ. ഒരു കൊച്ചുകുട്ടി വളർന്നു വരുന്നതിനനുസരിച്ച് ഓരോ ഘട്ടത്തിലും ഈ കുട്ടി മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് നോക്കി അത് അനുകരിച്ചുകൊണ്ട് ഇത് സ്വയം പഠിക്കുന്നു. പല്ല് തേക്കുന്നതായാലും കുളിക്കുന്നതായാലും അതുപോലെ വസ്ത്രം മാറ്റുന്നത് തുടങ്ങി മുടി ചെയ്യുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നത് കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ കാഴ്ചയില്ലാത്തൊരു കുട്ടിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ അവർ പഠിച്ചെന്നിരിക്കില്ല. അപ്പോൾ ഇതിനെല്ലാം ശാസ്ത്രീയമായ രീതിയിലുള്ള പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. ഈ പരിശീലനങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡെയിലി ലിവിങ് സ്കിൽസിലുള്ള പരിശീലനം നൽകണമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു മേഖല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചിട്ടുള്ള നമുക്കൊരു ധാരണ നമുക്കുണ്ടാവണം. ചുറ്റുപാടിനെ കുറിച്ചുള്ള ഒരു ധാരണ ഇല്ലെങ്കിൽ ഒരാളുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലായി പോകും. നമുക്ക് ചുറ്റും ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, ഒരു മുറിയിലിരിക്കുമ്പോൾ ആ മുറിയിലുള്ള എവിടെ എന്തൊക്കെ വസ്തുക്കളുണ്ട്, ഓരോ വസ്തുവിൻ്റെ സ്ഥാനക്രമം എങ്ങനെയൊക്കെയാണ്, ഒരു സ്കൂളിൻ്റെ പരിസരത്ത് എന്തൊക്കെയുണ്ട്, അതുപോലെ നമുക്ക് ചുറ്റുമുള്ള മറ്റ് സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ കടകളാണ് നമ്മുടെ അടുത്തുള്ളത്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ധാരണ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഓറിയൻറ്റേഷൻ മൊബിലിറ്റി എന്ന് പറയുന്ന ഈ പരിശീലന പരിപാടി തന്നെ 2 ഘട്ടമാണ്. ഒന്ന് ഓറിയൻറ്റേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ചുറ്റുപാടുകളെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ രൂപപ്പെടുത്തൽ. രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ സഞ്ചാരം, സ്വതന്ത്രമായ സഞ്ചാരം, സ്വതന്ത്രമായതും സുരക്ഷിതവുമായിട്ടുള്ള സഞ്ചാരം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ, നമുക്ക് പ്രയാസങ്ങളില്ലാതെ, അപകടങ്ങൾ പറ്റാതെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള നമ്മുടെ ചലനത്തെയാണ്, യാത്രയാണ് നമ്മൾ സഞ്ചാരം കൊണ്ട്, മൊബിലിറ്റി എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് വളരെ ചെറിയ ഒന്നാവാം. ചില സമയത്ത് നമുക്ക് ഒരു
ഒരു ക്ലാസ് മുറിയിലെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്കുള്ളതും ചലനമാണ്, അല്ലെങ്കിൽ മൊബിലിറ്റിയാണ്. സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ളത്, അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്കുള്ളത് ആകാം, അതല്ലെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്കോ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കോ ഒക്കെ ആവാം ഈ മൊബിലിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശാരീരികമായ ഈ ചലനം അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റ്, ഒരു പോയിന്റ് എയിൽ നിന്ന് ബിയിലേക്കുള്ള നമ്മളുടെ ഈ ചലനത്തെയാണ് മൊബിലിറ്റി എന്ന് പറയുന്നത്. അത് ഈ മൊബിലിറ്റി സുരക്ഷിതമായിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടിരിക്കണം. ഇങ്ങനെയാണ് സാധാരണ ആളുകൾ സഞ്ചരിക്കുക. അതുപോലെ കാഴ്ചയില്ലാത്ത ആളുകൾ. ഇവിടെയാണ് നമ്മൾ ഈ വൈറ്റ് കെയിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ഈ സ്വതന്ത്ര സഞ്ചാരണത്തിൻ്റെ ഒരു ഉപാധി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപകരണമായിട്ടാണ് ഈ വൈറ്റ് കെയിനെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ചലിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ഒരു വഴികാട്ടിയായിട്ട്, നമ്മുടെ സഹായിയായിട്ട് വൈറ്റ് കെയിൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സുരക്ഷിതമായ ഒരു യാത്ര സാധ്യമാവുക? ഇവിടെ കാഴ്ചയുള്ള ആളുകൾ അല്ലെങ്കിൽ കാഴ്ചയുള്ള ഒരാളെ സഹായിക്കാൻ തയ്യാറാവുന്ന കാഴ്ചയുള്ള ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാഴ്ചയില്ലാത്തൊരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ ആദ്യം കാഴ്ചയുള്ള ആൾ സംസാരം തുടങ്ങണം. അതെന്തിനാണെന്ന് വെച്ചാൽ, ഈ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് നമ്മുടെ സാന്നിധ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെയുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ തൊട്ടടുത്ത് ഒരാളുണ്ട് എന്നൊരറിവ് അദ്ദേഹത്തിന് കൊടുക്കുന്നു. അപ്പോൾ ആദ്യം കാഴ്ചയുള്ള ആൾ സംസാരിച്ചു തുടങ്ങണമെന്ന്. മറ്റൊന്ന്, കാഴ്ചയില്ലാത്ത ആളെ നടക്കാനും മറ്റും സഹായിക്കുന്ന സമയത്ത് അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അയാളെ വലിക്കരുത് അല്ലെങ്കിൽ സഹായിക്കരുത്. മറിച്ച് കാഴ്ചയുള്ള ആളുടെ കൈ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് കൂടെ വരാൻ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത്. ഇതാണ് ഈ സഹായിക്കും അതുപോലെ തന്നെ കാഴ്ചയില്ലാത്ത ആൾക്കും ഏറ്റവും സുരക്ഷിതമായിട്ട് തോന്നുക, അല്ലെങ്കിൽ അവർക്ക് അതായിരിക്കും ഏറ്റവും സൗകര്യപ്രദമായിട്ട് തോന്നുക. അപ്പോൾ അതൊന്ന്. മറ്റൊരു കാര്യം, ഈ പറഞ്ഞ മൊബിലിറ്റി ട്രെയിനിങ് അല്ലെങ്കിൽ സെൻസറി ട്രെയിനിങ്, ദൈനംദിന ജീവിത നൈപുണികളിലുള്ള പരിശീലനങ്ങളെല്ലാം തന്നെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ നൽകേണ്ട കാര്യങ്ങളാണ്. ഓരോ ഘട്ടത്തിലും നമുക്ക് തീർച്ചയായിട്ടും മറ്റു കുട്ടികളെ പോലെ തന്നെ നമ്മുടെ കുട്ടിക്കും വിദ്യാഭ്യാസം ലഭിക്കേണ്ടതുണ്ട്. ഒരു മാറ്റങ്ങളും അതിൽ ഉണ്ടാകാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് തുല്യ അവസരം നൽകേണ്ട നിർബന്ധമാണ്. അത് നിയമപരമായിട്ട് നേടിയെടുത്തിരിക്കുന്ന അവകാശമാണ്. ഇതെല്ലാമാണ് ഈ വൈറ്റ് കെയിൻ ദിനത്തിൽ നമുക്ക് ഈ പൊതു സമൂഹത്തോട് പറയാനുള്ളത്. നമുക്കറിയാം, വിദ്യാഭ്യാസം, കാഴ്ചയില്ലാത്ത ആളുകളുടെ വിദ്യാഭ്യാസം രണ്ട് രീതിയിലാണ് ഇന്ന് നടന്നുകൊണ്ടത്. രണ്ട് രീതി എന്ന് വെച്ചാൽ രണ്ട് മേഖലകളിൽ, അതായത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രത്യേക വിദ്യാഭ്യാസം, ഇവരെ മാത്രം പ്രത്യേകമായ സ്കൂളുകളിലേക്ക് അയച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന രീതി, പ്രത്യേക വിദ്യാഭ്യാസം, സ്പെഷ്യൽ സ്കൂൾ. മറ്റൊന്ന് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, പൊതു വിദ്യാലയത്തിൽ ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ പൊതുവിദ്യാലയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന രീതി. ഈ രണ്ട് രീതികൾക്കും, ഈ രണ്ട് രീതിയുടെയും പ്രാധാന്യമുണ്ട്. രണ്ടിനും അതിൻ്റെ പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ രണ്ട് രീതിക്കും അതിൻ്റെ പോരായ്മകളുണ്ട്. അപ്പോൾ ഒന്നിനേക്കാൾ മെച്ചം എന്ന രീതിയിൽ നമ്മൾ ഇതിനെ കാണേണ്ടതില്ല. മറിച്ച് നമ്മുടെ കുട്ടി എവിടെ പഠിക്കുന്നുവോ ആ കുട്ടിക്ക് തുല്യ അവസരം ലഭിക്കണം, തുല്യ അവകാശം ലഭിക്കണം, മറ്റുള്ള കുട്ടികൾക്ക് പഠിക്കുന്നത് പോലെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം. ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ നമുക്കറിയാം, കാഴ്ചയില്ലാത്ത ആളുകൾ, കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ ധാരാളം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഒരുപാട് അവസരങ്ങൾ വന്നു. ശാസ്ത്രീയമായ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, സാങ്കേതികമായ ഒരുപാട് ഉപകരണങ്ങൾ എല്ലാം നിലവിൽ വന്നു കഴിഞ്ഞു. ഒരു ഘട്ടത്തിൽ വാച്ച് പോലും ബ്രെയിൽ വാച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാഴ്ചയില്ലാത്ത ആളുകൾ, പഴയ ആളുകളൊക്കെ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും ചിലരെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. HMT കമ്പനി മാത്രമാണ് ഇന്ത്യയിൽ ഈ വാച്ച് ഉണ്ടാക്കുന്നത്. സിറ്റിസണുണ്ട്, ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഗ്ലാസിൻ്റെ ചില്ല് തുറന്ന് ഒരു പ്രത്യേക ചെറിയൊരു ക്ലിപ്പൊക്കെ വെച്ചാൽ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചില്ല് തുറന്നു വരും. എന്നിട്ട് കൈകൊണ്ട്
ടച്ച് ചെയ്തുകൊണ്ടായിരുന്നു വാച്ച് നോക്കിയിരുന്നത്. ഇന്ന് സമയം പറയും, വാച്ചിനോട് പറയാൻ ആവശ്യപ്പെട്ടാൽ സമയം പറയും, മൊബൈൽ സമയം നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ പണ്ട് തൊട്ട് മനസ്സിലാക്കിയിരുന്ന പല കാര്യങ്ങളും ഇന്ന് ശബ്ദത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്നു. നമ്മുടെ കുട്ടികളെല്ലാം മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം നമ്മുടെ കുട്ടികൾ നല്ല നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം സാങ്കേതിക വിദ്യയുടെ മേന്മ അത് കാഴ്ചയില്ലാത്ത ആളുകൾക്കും കൂടി ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് മാറി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ധാരാളം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. പക്ഷേ ഇന്നും നമ്മുടെ എല്ലാ കുട്ടികൾക്കും മറ്റുള്ള സാധാരണ കുട്ടികൾക്ക് കിട്ടുന്നത് പോലെയുള്ള ഈ IT സാങ്കേതിക വിദ്യകൾ സ്വയം പഠിച്ച് കമ്പ്യൂട്ടറും മൊബൈൽ ഫോണൊക്കെ കൃത്യമായി ഉപയോഗിക്കാനുള്ള പരിശീലനം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം നമ്മൾ ആലോചിക്കേണ്ടതാണ്. അത് സാധ്യമാണ് എന്ന് നമ്മുടെ കുട്ടികൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം തന്നെ, കാഴ്ചയില്ലാത്ത ഈ സമൂഹം തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. എത്രയോ അധ്യാപകരും പിന്നെ അതുപോലെ തന്നെ വളരെ വിദഗ്ധരായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ധാരാളം ആളുകളും കാഴ്ചയില്ലാത്ത ധാരാളം ആളുകളും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും കാഴ്ചയില്ലാത്ത ആളുകൾക്ക് പ്രത്യേകിച്ചും ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ധാരാളം മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ നമുക്കൊരു ട്രെയിനിലൊക്കെ പണ്ട് ട്രെയിനിലെ നമ്പേഴ്സൊക്കെ ഇപ്പം ബ്രെയിൽ മാർക്കിങ്ങോട് കൂടിയിട്ടുണ്ട്. ATMൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിൽ മാർക്കിംഗ് ഉണ്ട്. മാത്രമല്ല ശബ്ദം കേട്ട് നമുക്ക് ഓപ്പറേഷൻ നടത്താനുള്ള സംവിധാനമുണ്ട്. അവിടെ ഒരു ഓഡിയോ ജാക്ക് ഉണ്ട്. ഒരു ഹെഡ്സെറ്റ് അതിലേക്ക് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ശബ്ദം അത് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പല മാറ്റങ്ങളും സമൂഹത്തിൽ വന്നുകൊണ്ട് ഈ ഇത്തരം മാറ്റങ്ങൾ സാങ്കേതികമായിട്ടും മറ്റുമുള്ള ഇത്തരം മാറ്റങ്ങൾ നമ്മളുടെ കുട്ടികളിലേക്കും നമ്മളുടെ ഈ കാഴ്ച പരിമിതരായ ആളുകളുടെ സമൂഹത്തിലേക്കും എത്രത്തോളം എത്തിച്ചേരുന്നുണ്ട്, അവർ അത് എത്രത്തോളം കേപ്പബിൾ ആണ് എന്നതൊക്കെയാണ് ഈ ഒരു ദിനത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കാഴ്ചയുള്ള വ്യക്തികൾ എന്നുള്ള രീതിയിൽ നമ്മളൊരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കേണ്ടത്. നമുക്കറിയാം, ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാഴ്ച പരിമിതരായിട്ടുള്ള തീരെ കാഴ്ച ഇല്ലാതിരുന്ന ഒരുപാട് മഹത് വ്യക്തികൾ നമ്മുടെ മുമ്പേ കടന്നു പോയിട്ടുണ്ട്. നമ്മുടെ ഇതിഹാസത്തിലെ ധൃതരാഷ്ട്രപൂർ മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ധൃതരാഷ്ട്ര. അദ്ദേഹം അന്ധനായിരുന്നു. ഗ്രീക്ക് കവി ഹോമർ ഇലിയഡ്, ഒഡീസി എന്നൊക്കെ തുടങ്ങിയ വിശ്വവിഖ്യാതമായ കൃതികൾ എഴുതിയ ഹോമർ പൂർണ്ണമായിട്ടും അന്ധനായിരുന്നു. ഹെലൻ കെല്ലർ അന്ധയും ബധിരയുമായിരുന്നു. അവരുടെ വിശ്വപ്രസിദ്ധമായ ടീച്ചർ ആനി സള്ളിവൻ അവർ പാർഷ്യലി സൈറ്റഡ് ആയിരുന്നു. ഭാഗികമായി കാഴ്ചശക്തി മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ലൂയി ബ്രെയിൽ ഇന്നും കാഴ്ചയില്ലാത്ത ആളുകൾക്ക് എഴുതാനുള്ള സാങ്കേതികമായിട്ട് എഴുതുന്ന ബ്രെയിൽ എന്ന് പറയുന്ന പേര് പോലും ഇദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം കണ്ടുപിടിച്ച ബ്രെയിൽ സിസ്റ്റത്തിന് പകരമായിട്ട് ഇന്നും ഒരു പുതിയ രീതി ലോകത്ത് എവിടെയും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ എത്രയോ ആളുകൾ മുൻ തലമുറയിൽ കടന്നുപോയി. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ പഠിക്കാനും വിദ്യാഭ്യാസം നേടാനും എല്ലാ മേഖലകളിലും ധാരാളം കഴിവുള്ള ആളുകൾ, കാഴ്ച പരിമിതരായിട്ടുള്ള ധാരാളം വ്യക്തികൾ, വളരെ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകൾ ഇന്ന് നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിൽ ഇപ്പം ഓരോ വർഷവും 2-3 IASകാരാണ് പുറത്തേക്ക് വരുന്നത്. ജില്ലാ കളക്ടർമാരായിട്ടും സബ് കളക്ടർമാരായിട്ടും ഒക്കെ. കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്തും അതുപോലെ എറണാകുളത്തും ഒക്കെ സബ് കളക്ടർമാരായിട്ട് ഈ അടുത്ത കാലത്ത് കാഴ്ചയില്ലാത്ത ആളുകളുണ്ടായിരുന്നു. ഇന്ത്യയിലെ പ്രസിദ്ധമായ സർവകലാശാലകളിൽ പ്രൊഫസർമാരായിട്ട് പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ നമുക്കറിയാം. പണ്ഡിതന്മാരെ നമുക്കറിയാം, ധാരാളം അധ്യാപകരെ അറിയാം, വക്കീലന്മാരെ അറിയാം, ഫാക്ടറി തൊഴിലാളികളുണ്ട്. ഇങ്ങനെ സമൂഹത്തിൻ്റെ ഇന്ന് ധാരാളം മേഖലകളിൽ കാഴ്ചയില്ലാത്ത ആളുകളുടെ അവരുടെ കഠിന പരിശ്രമം കൊണ്ട്, അവരുടെ പരിമിതിയെ മറികടന്നുകൊണ്ട് എത്രയോ ആളുകൾ വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാം ഏറ്റവും ഉയർന്ന നിലയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു നിലയിലേക്ക്
നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റ് കെ ഇന്ത്യക്ക് ഒരുപാട് പ്രാധാന്യം അങ്ങനെ തന്നെ കൈവരുന്നു. സാധാരണ വൈറ്റ് കെ ഇന്ത്യ നമ്മൾക്ക് പൊതുജന പങ്കാളിത്തത്തോട് കൂടിയിട്ട് കോഴിക്കോട് സിറ്റിയിലും മറ്റുമൊക്കെ വെച്ചിട്ട് ധാരാളം പരിപാടികളോട് കൂടിയിട്ടാണ് നമ്മൾ നടത്താറുള്ളത്. ഇപ്രാവശ്യം ഇതാ സാങ്കേതിക വിദ്യയുടെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ഒരു വൈറ്റ് കെ ഇന്ത്യ ഇങ്ങനെ ആഘോഷിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ദിനത്തിൽ വൈകല്യത്തെ ഒരു ശാപമായി കാണാതെ പരിമിതിയെ മറികടക്കാനുള്ള നിശ്ചയദാർഢ്യം കൊണ്ട്, കഠിന പരിശ്രമം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വൈകല്യത്തെ തോൽപ്പിക്കാനാവും. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് ഈ പരിമിതിയെ മറികടന്ന് ജീവിത വിജയം നേടാനുള്ള എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.